സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആവേശമായി കളരിപ്പയറ്റും. ആദ്യമായാണ് കായികമേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തുന്നത്. 3 സ്വർണ്ണ നേട്ടത്തോടെ സീനിയർ വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ കണ്ണൂർ ജില്ല സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി. MP ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യമായി കളരിപ്പയറ്റ് ഒരു മത്സരമായി എത്തിയിരിക്കാൻ കളരിപ്പയറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അതിൽ വിജയിച്ച ആൾക്കാരുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ആദ്യമായിട്ടാണ് കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായിട്ട് എത്തുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ഫസ്റ്റ് ടൈമാണ് കളരിപ്പയറ്റ് മത്സരം. അതുപോലെ തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നല്ല ഇത് ചെയ്യാൻ പറ്റിയതിന് ഏത് പിന്നെ ഇപ്പം നെടുവടിപ്പയറ്റിലായിരുന്നു ഫസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? അത് എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ഉണ്ട് കളരി? 3ാം ക്ലാസ് തൊട്ട് 2016 തൊട്ടിട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ ഈ മത്സരം കളരിപ്പയറ്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു കളരിപ്പയറ്റ് ഒരു മത്സരമായിട്ട് സംസ്ഥാന കായികമേളയിലേക്ക് എത്തുന്നത്. അപ്പം ജില്ലാതലത്തിൽ മത്സരിക്കാതെയാണ് സബ് ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരിട്ടാണ് ഇപ്പം ജില്ലയിൽ മത്സരിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെത്തി. അപ്പോൾ ആ ഒരു മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ആക്ച്വലി നമ്മൾ നോർമലി കളരിപ്പയറ്റ് ഫെഡറേഷൻസിന് കോമ്പറ്റീഷൻ നടത്തും. പക്ഷേ ഇത് ഒരു യൂത്ത് ഗെയിംസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഒരു യൂത്ത് ഗെയിംസ് ലെവലിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ എനിക്ക് ഫീലായി. കാരണം ആ ഒരു നമ്മളുടെ ആ ഒരു റൂം ഫെസിലിറ്റി ആയിക്കോട്ടെ എല്ലാം ആ ഒരു ഇതിൽ ഫീലായി. റിയലി ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? ഇതിനു മുമ്പ് കളരിപ്പയറ്റ് എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഞാൻ 12 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കളരി ഈ സ്കൂൾ ഗെയിംസിൽ വന്ന പോലെ മീൻസ് ഗ്രേസ് മാർക്കിനൊക്കെ കുറച്ചും കൂടി വാല്യൂ വരും. അല്ലെങ്കിൽ നല്ല സന്തോഷം. ഞങ്ങൾക്ക് നെടുവടിപ്പയറ്റ് ചുവടും ഉണ്ടായിരുന്നു, മെയ്പ്പയറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3ലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, നെടുവടിപ്പയറ്റിൽ അതൊരു വടി വെച്ചിട്ടുള്ളൊരു പയറ്റാണ്. അപ്പം അടി കിട്ടാതെ നോക്കാൻ പറ്റുമോ? തീർച്ചയായും പ്രാക്ടീസ് കൊണ്ട് നമുക്കത് റെഡിയാക്കാൻ കഴിയും. ഒരു അത്യാവശ്യം വേണ്ടി ഒന്ന് ഉപയോഗിക്കാനും പറ്റും. എന്താണ് ഈ ചുവടുകളുടെ അതിനകത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? എന്താണ് ചുവടുകളിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ് റിയാലിറ്റിയിലായിട്ട് നമുക്ക് ഒരാളെ പഞ്ച് ചെയ്തിടുക അങ്ങനത്തെതാണ് വരുന്നത്. മെയ്പ്പയറ്റിലാണ് 1ാം സ്ഥാനം കിട്ടിയത്. കണ്ണൂരുകാരിയാണ്. കണ്ണൂരും കളരിയുടെ ഒരു കേന്ദ്രം തന്നെയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കളരിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി മെഡൽ നേടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മുടെ കളരിയിൽ നിന്ന് വന്നവർക്ക് തന്നെ കിട്ടീന് ഫസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അപ്പം ഈ ദേശീയ ഗെയിംസിനൊക്കെ കളരി ഇപ്പം മാറ്റിയിട്ടുണ്ട്. അപ്പം സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇപ്പം കളരിപ്പയറ്റ് ഒതുങ്ങണം. ഇനി പിന്നെ ഫെഡറേഷൻ്റെ മത്സരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ദേശീയ ഗെയിംസിന് കളരി ഒഴിവായതിൽ എന്തെങ്കിലും നമുക്കത് കൂടുതൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുള്ളൊരു തോന്നലുണ്ട്? തൊട്ട് വരുമായിരിക്കും ദേശീയ ഗെയിംസിൽ കളരി. ഏതായാലും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യമായി നടത്തിയ കളരിപ്പയറ്റ് പൂർണ്ണ വിജയമെന്ന് തന്നെ പറയാൻ കഴിയും. വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിൻ്റെ ആവേശത്തിൽ തന്നെ അങ്കത്തട്ടിലേറി ചുവടുകൾ വെച്ചു, മത്സരിച്ചു, വിജയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് VS MP ദേവൻ, ന്യൂസ് മലയാളം.